എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, കണ്ണപ്പ, സർക്കിട്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോൻ ലാലാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഈ വീക്കാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. തമനയും ദിലീപും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. തിയേറ്ററിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTTയിൽ കാണാനാണ് ആരാധകർ നോക്കിയിരിക്കുന്നത്. ഇപ്പോഴിതാ ബാന്ദ്ര സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബറിൽ കമീസൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ബാന്ദ്ര സിനിമ ഈ മാസം OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ഫൂട്ടേജ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഒരുപാട് വിവാദം സിനിമയുടെ പോസ്റ്റർ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഫൂട്ടേജ് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഈ ഒരു ത്രില്ലർ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലാണ് ഫൂട്ടേജിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്ലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരിവില്ലും ഗോപുരങ്ങൾ. വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ലഭിച്ചിട്ടും മാരിവില്ലും ഗോപുരത്തിന്റെ OTT ഇതുവരെ വിറ്റുപോയിട്ടില്ല. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് മാരിവില്ലും ഗോപുരങ്ങൾ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. മാരിവില്ലും ഗോപുരങ്ങൾ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാകും. ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു പെരുമാനി. തിയേറ്ററുകളിൽ നല്ല വിജയമാണ് പെരുമാനി നേടിയെടുത്തത്. എന്നിട്ടും പെരുമാനിയുടെ OTT റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം പെരുമാനിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. 2 വർഷത്തിന് ശേഷമാണ് പെരുമാനി സിനിമ റിലീസിനെത്തുന്നത്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ടാണ് പെരുമാനി സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പെരുമാനി ഈ വീക്കിൽ തന്നെ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ശാന്തമി രാത്രിയിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എസ്തേറാണ് സിനിമയിലെ നായിക. ഇതൊരു ഫ്ലോപ്പായ സിനിമയാണ്. ഈ ഒരു മലയാള സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. കമീസൂൺ എന്ന പോസ്റ്റർ വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസമാണ് സിനിമയുടെ റിലീസ്. അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുവിധം എല്ലാവരും കാത്തിരിക്കുന്നത് ബസൂക്കയുടെ OTTക്ക് വേണ്ടിയാണ്. സിനിമ ഇതുവരെയും റിലീസായിട്ടില്ല. C5 നേരത്തെ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. മമ്മൂട്ടി തിരിച്ചു വരാത്തത് കൊണ്ടാണ് ബസൂക്ക റിലീസാക്കാത്തത്. സാധാരണ ഒരു സിനിമ റിലീസാവുമ്പോൾ അതിലെ നായകന്മാർ കമ്മീസൂൺ എന്നൊരു വീഡിയോ പുറത്തുവിടാറുണ്ട്. മമ്മൂട്ടിയെ കൊണ്ട് ആ വീഡിയോ ചെയ്യിക്കാനാണ് അവർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മമ്മൂട്ടി തിരിച്ചു വന്നാൽ ഉടനെ തന്നെ ബസൂക്ക C5ൽ റിലീസാകും. ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ബസൂക്ക C5ൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വാസന്തി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു മലയാള സിനിമയാണ്. സ്വാസികയാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമീസൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലാണ് വാസന്തി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023 രാമചന്ദ്ര റിലീസായത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര നേടിയെടുത്തത്. മമിത ബൈജു, നിവിൻ പോളി തുടങ്ങി ഒരുപാട് പേര് രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസമാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനികം നായകന സിനിമയാണ് വേല. നല്ല അഭിപ്രായമാണ് വേല സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സിനിമ OTTയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഷൈനികം പോലീസ് വേഷത്തിലാണ് വേല സിനിമയിൽ എത്തുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ് സെറ്റ് ബേബിക്ക് വേണ്ടി ആരും തന്നെ വെയിറ്റ് ചെയ്യുന്നില്ല. അത്രയ്ക്കും ലാഗാക്കിയിരിക്കുകയാണ്. മനോരമ മാക്സ് 2 മാസം മുന്നേ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. പക്ഷേ സിനിമ OTTയിൽ വരുന്നില്ല. ഉണ്ണിമുകുന്ദനും നിഖിലവലും കൂടിയാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സിൽ വരാൻ പോവുകയാണ്. ഈ വീക്ക് തന്നെ ഗെറ്റ് സെറ്റ് ബേബി റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന
വന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.